ഒരു സംഖ്യയുടെ 68%-ൻ്റെയും 59%-ൻ്റെയും വ്യത്യാസം 3600 ആയാൽ ആ സംഖ്യയുടെ 50% എത്ര? നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി എന്താണ്, ഇതൊരു പെർസെൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കാം, ഏതോ ഒരു സംഖ്യയുണ്ട്, സംഖ്യ ഏതാ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ആ സംഖ്യയുടെ 68%-വും 59%-വും തമ്മിലുള്ള വ്യത്യാസം 3600 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, 68% മൈനസ് 59%-മായ 9%-മാണ് 3600. അതായത് ഒരു സംഖ്യയുടെ 9% 3600 എന്ന് പറഞ്ഞു തരുന്നതിന് പകരം തന്ന വാക്കാണ് എന്ത്, 68%-ൻ്റെയും 59%-ൻ്റെയും വ്യത്യാസം. ഇതൊക്കെ എന്താണ്, കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് മനസ്സിലായി. 3600 എന്ന് പറയുന്നത് 9%-ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആ കിട്ടിയ വാല്യൂ ഞാൻ എഴുതി. 9% എന്ന് പറയുന്നത് 3600 ആണ് എങ്കിൽ നമുക്ക് വേണ്ട എന്താ, ആ സംഖ്യ എന്നാ പറയുന്നെങ്കിൽ നമുക്ക് 100% കണ്ടുപിടിക്കണം. കാര്യം പെർസെൻറ്റേജിൽ നമ്മളൊരു സംഖ്യനെ 100%-ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ 100% കൊടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. നമ്മളോട് ചോദിച്ചാൽ എന്താ, ആ സംഖ്യയുടെ 50% മാത്രം. അതുകൊണ്ട് നമ്മൾ താഴെ 50 എന്ന് എഴുതി. ഇനി ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പോൾ അതായത് 3600 ഇൻറ്റു 50 അല്ലാതെയുള്ള ഭാഗത്തെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 20,000 ആണ് ആ സംഖ്യയുടെ 50%. ഇനി ആലോചിച്ച് നോക്കിയേ, 100% എത്രയാണ്? 50% 20,000 ആണെങ്കിൽ 100% എന്ന് പറയുന്നത് 40,000. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടു നോക്കാം. ഓക്കെ.